ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ ഓംസ് ലോ. ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഈ ലോ ആവിഷ്കരിച്ചത്. എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇലക്ട്രിക് കറണ്ടും ഒന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോഴാണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറണ്ടും കൂടും. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലോയാണ് ഓംസ് ലോ. ഇത് നമുക്കൊരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാം. ഞാനിവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെൽ, ഒരു വോൾട്ട്മീറ്റർ, ഒരു അമീറ്റർ, ഒരു റിയോസ്റ്റാറ്റ്, ഇനി ഒരു റെസിസ്റ്റൻസ് വയർ അല്ലെങ്കിൽ ഒരു വയർ, ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം. അതുപോലെ തന്നെ അതേസമയം അതിനെ ക്രോസ് ആയിട്ട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം ഈ കണ്ടക്ടറിനെ ക്രോസ് ആയിട്ട് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ട് ആണ്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ കടന്നുപോയ കറണ്ട് 1 ആംപിയർ. ഇനി ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആക്കി, 2ന്റെ ഡബിൾ 4. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ കടന്നുപോയ കറണ്ട് 2 ആംപിയർ. ഇനി ഞാൻ വീണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്, 6 വോൾട്ട്. അപ്പോൾ ഇതിലൂടെ കടന്നുപോയ കറണ്ട് 3 ആംപിയർ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആയപ്പോൾ കറണ്ടും ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഓംസ് ലോ പറയുന്ന ഇതാണ്: കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ്. ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് അതിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദെൻ പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഐ. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നു. V is equal to a constant R into I. Then this constant R is known as resistance of this conductor. നമ്മൾ ഈ കണക്ട് ചെയ്ത കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് ഈ ക്യാപിറ്റൽ R. Then ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ V by I is equal to R. അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജും കറണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. നോക്കാം, ഇവിടെ വോൾട്ടേജ് 2, കറണ്ട് 1, 2 by 1 2. ഇവിടെ വോൾട്ടേജ് 4, കറണ്ട് 2, 4 by 2 again 2. Then ഇവിടെ വോൾട്ടേജ് 6, കറണ്ട് 3, 6 by 3 again 2. നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ റെസിസ്റ്റർ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് എഴുതാം V by I is equal to R, that is a constant, or V by I is equal to a constant. ഇനി കറണ്ടും വോൾട്ടേജും പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എപ്പോഴും ഈ കറണ്ടും വോൾട്ടേജും പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ കറണ്ടും വോൾട്ടേജും പ്രൊപ്പോർഷണൽ ആകത്തുള്ളൂ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് അതിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഓംസ് ലോ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം: അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ്. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ലോ അല്ല, കാരണം അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ അല്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഈ ഓംസ് ലോ കറക്റ്റ് ആവുകയുള്ളൂ. ഇനി ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഈ റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ് ഓം. നമ്മൾ ഒമേഗ എന്ന് പറയുന്ന ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഓം. ഇനി മറ്റൊരു യൂണിറ്റൂടെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. വോൾട്ടേജിന്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. അങ്ങനെയാണെങ്കിൽ വോൾട്ട് per
ആംബിയർ ഓർ വോൾട്ട് ആംബിയർ റേസ് ടു -1. ഇതും റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മുമ്പ് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ട് ഓംസ് ലോ നമുക്ക് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഇവിടെ ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ കറണ്ട് എടുത്തിരിക്കുന്നു ആംബിയറിൽ, വൈ ആക്സിസിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്തിരിക്കുന്നു വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വോൾട്ട് കൊടുത്തപ്പോൾ 1 ആംബിയർ കറണ്ടാണ് ഫ്ലോ ചെയ്തത്. 2 വോൾട്ടിന് കറസ്പോണ്ടിങ് 1 ആംബിയർ. ഇനി 4 വോൾട്ടിന് 2 ആംബിയർ കറണ്ട്, 4 വോൾട്ടിന് 2 ആംബിയർ കറണ്ട്. ദെൻ 6 വോൾട്ടിന് 3 ആംബിയർ കറണ്ട്, 6 വോൾട്ടിന് 3 ആംബിയർ കറണ്ട്. നമ്മൾ ഈ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോയിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. എന്തുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്? എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഗ്രാഫുകൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജും കറണ്ടും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വോൾട്ടേജും കറണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ വാല്യൂസ് അനുസരിച്ചുള്ള റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. A, B, C. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെയുള്ള റെസിസ്റ്റൻസ് മനസ്സിലാക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് AB ബൈ BC, ഈ വരയുടെ ചരിവ്, അതാണ് സ്ലോപ്പ്. AB A6 B2, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 6 - 2 4 ഡിവൈഡ് ബൈ ഇവിടെ BC B3 C1, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ആയിരിക്കും? 3 - 1 2 4/2 4/2 2. ഇതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഓംസ് ലോയിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫിന്റെ സ്ലോപ്പ് റെസിസ്റ്റൻസിനെ കാണിക്കും. നോക്കാം. നമ്മൾ ശരിക്കും ഇവിടെ ചെയ്ത് AB ബൈ BC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ടാൻ തീറ്റ ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന്റെ ടാൻ തീറ്റ എടുത്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും, അതായത് റെസിസ്റ്റൻസ് കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് θ45 എന്ന് തന്നാൽ ഇവിടെ tan 45 എടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്നും റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്ലോപ്പ് റെസിസ്റ്റൻസിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. ഇപ്പോൾ 2 വയറുകൾ, ഇതൊരു വയറിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ്, നമ്മൾ അതിനെ A എന്ന് വിളിക്കുന്നു. ഇത് മറ്റൊരു വയറിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ്, ഇതിനെ നമ്മൾ B എന്ന് വിളിക്കുന്നു. ഇതിൽ ഏത് വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? നോക്കാം. ഏത് ഗ്രാഫിനാണോ സ്ലോപ്പ് കൂടുതൽ ആ വയറിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്താണ് സ്ലോപ്പ്? ചരിവ്.
ഇങ്ങനെ ഇരുന്നാൽ ചരിവില്ല. ഇപ്പോൾ ചെറുതായിട്ട് ചരിഞ്ഞു, ഇപ്പോൾ ചരിവ് കൂടി. ഇങ്ങനെയാണ് ചരിവ് സ്ലോപ്പ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിനാണ് സ്ലോപ്പ് കൂടുതൽ ചരിഞ്ഞിരിക്കുന്ന ഈ ഗ്രാഫാണ്. അതുകൊണ്ട് ഈ വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. റെസിസ്റ്റൻസ് ഓഫ് എ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി റെസിസ്റ്റൻസ് ഓഫ് പി. അപ്പൊ എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫാക്ടർ ബൈ വിച്ച് എ കണ്ടക്ടർ ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. അതായത് ഒരു കണ്ടക്ടറിലൂടെ കടന്ന് പോകുന്ന കറണ്ടിനെ ഈ കണ്ടക്ടർ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കും, കടന്നു പോകുന്ന കറണ്ടിനെ ഈ കണ്ടക്ടർ എതിർക്കും. ആ എതിർപ്പാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അതുകൊണ്ട് ചില കണ്ടക്ടറുകൾക്ക് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി ചില കണ്ടക്ടറുകൾക്ക് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താലും എല്ലാ കണ്ടക്ടറും ഒരേ കറണ്ടിനെ ആയിരിക്കത്തില്ല കണ്ടക്ട് ചെയ്യുന്നത്. അത് അതിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് അടുത്തതായി പഠിക്കേണ്ട പോർഷൻ കണ്ടക്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനെ എത്രത്തോളം കണ്ടക്ടർ ഒപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നു എന്നുള്ളതാണ്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനെ ഒരു കണ്ടക്ടർ എത്രത്തോളം കണ്ടക്ട് ചെയ്തു വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കണ്ടക്റ്റൻസ് കിട്ടും. കണ്ടക്റ്റൻസ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ കണ്ടക്റ്റൻസ് ക്യാപിറ്റൽ K ഈസ് ഈക്വൽ ടു 1/R. ആർ റെസിസ്റ്റൻസ് അതിൻ്റെ റെസിപ്രോക്കൽ. എസ് ഐ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ 1/Ω അത് ന്യൂമറേറ്ററിൽ ചെന്നാൽ ഓം റേസ് ടു -1. ഇതാണ് കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഓം റേസ് ടു -1. ഈ ഓം റേസ് ടു -1 നമുക്കിതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാം. ഓമിന്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഒരു വണ്ടിയൊക്കെ റിവേഴ്സ് എടുക്കുന്ന പോലെ നമ്മൾ ഈ ഓം എന്നുള്ളതൊന്ന് റിവേഴ്സ് ചെയ്യും. ആദ്യം എം, പിന്നെ എച്ച്, ലാസ്റ്റിലോ മോ. അപ്പോൾ കണ്ടക്റ്റൻസിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് മോ. ഓമിനെ റിവേഴ്സ് ചെയ്താണ് MHO മോ. Then another unit സീമൻ. ഇനി ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, സീമൻ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ S ഉപയോഗിച്ചിട്ടാണ്. കാരണം സ്മോൾ ലെറ്റർ എസ് ടൈമിന്റെ യൂണിറ്റ് ആയ സെക്കൻഡ് ആണ്. അതുകൊണ്ട് സീമൻ നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ S വേണം യൂസ് ചെയ്യാൻ. നമുക്കിനിയും അടുത്തതായി നോക്കാനുള്ളത് ഒരു വയറിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ആദ്യം പറയാനുള്ളത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്. നോക്കാം, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. കാരണം കറണ്ടിന് പോകാനുള്ള ബുദ്ധിമുട്ടാണ് റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ വഴിയുടെ നീളം കൂടുതലാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടും കൂടും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. ദെൻ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ L. ലെങ്ത് കൂടിയ റെസിസ്റ്റൻസ് കൂടും. ഇനി സെക്കൻഡ് ഫാക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് രണ്ടാമത്തെ ഫാക്ടർ. നമ്മൾ രണ്ട് കണ്ടക്ടറുകൾ കൺസിഡർ ചെയ്തു. ഒരു കണ്ടക്ടർ ഇതാണ്, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്. അടുത്ത കണ്ടക്ടർ ഇതാണ്, ഇത് ചെറിയ കണ്ടക്ടറാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്. നമുക്ക് അറിയാം, നമ്മൾ രണ്ട് പൈപ്പുകൾ കൺസിഡർ ചെയ്യുക, ഒരു വലിയ പൈപ്പും ഒരു ചെറിയ പൈപ്പും. ഈ പൈപ്പിലൂടെ ഒരാൾക്ക് അപ്പുറത്തെത്താൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ഈ പൈപ്പിലൂടെ അപ്പുറത്തെത്തുന്ന എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ കണ്ടക്ടറിലൂടെ കറണ്ടിന് പോകാൻ എളുപ്പമായിരിക്കും. പോകാൻ എളുപ്പമാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. Then resistance is inversely proportional to area of cross section. R is proportional to 1/A. ഇനി റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് നോക്കാം. അതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ
കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ്, മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടിയാൽ ഇൻക്രീസ് ചെയ്യും. എന്നാൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടിയാൽ ഡിക്രീസ് ചെയ്യും. ഇനി ഇത് പ്രപ്പോർഷനല്ല, റെസിസ്റ്റൻസും ടെമ്പറേച്ചറും പ്രപ്പോർഷനല്ല, പക്ഷേ ടെമ്പറേച്ചറിന് അനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ദെൻ അടുത്തത് നാലാമത്തെ ഫാക്ടർ, മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. അതായത് നമ്മളൊരു കോപ്പർ വയർ എടുത്താൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. എന്നാൽ അയണിൻ്റെ വയർ എടുത്താൽ റെസിസ്റ്റൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനെയും റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. Hence, factors on which resistance depends are 1. Length of the conductor, 2. Area of cross section of the conductor, 3. Temperature, and 4. Material of the conductor. അടുത്തതായി നമുക്ക് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാവുന്നതാണ്, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റിലേഷൻസ് കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. ദെൻ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ, ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ. അപ്പോൾ നമുക്ക് താഴെ ഡിനോമിനേറ്ററിൽ എ എഴുതും. ഇനി ഇതൊരു റിലേഷനാണ്. റിലേഷനെ നമുക്ക് ഇക്വേഷൻ ആക്കണമെങ്കിൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് റോ ഇൻറ്റു എൽ ബൈ എ. ഈ റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി റോയുടെ ഇക്വേഷൻ ഇത് റീഅറേഞ്ച് ചെയ്താൽ റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. അപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് നോക്കാം. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. മീറ്റർ ക്യാൻസലായി, ഓം മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ദെൻ നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക. ഇഫ് A is equal to 1 meter square, then ഇതിന്റെ ലെങ്ത് 1 മീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ ലെങ്ത് L is equal to 1 മീറ്റർ. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1/1. ദെൻ റോ ഈസ് ഈക്വൽ ടു R. അതിന്റെ മീനിങ് ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും ഇതിന്റെ റെസിസ്റ്റിവിറ്റിയും ഈക്വൽ ആണ്. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? നിങ്ങൾ 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടർ എടുത്താൽ അതിന്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഈക്വൽ ആയിരിക്കും. അതായത് 1 മീറ്റർ ലെങ്ത് 1 മീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിന്റെ സൈസ് യൂണിറ്റ് സൈസ് ആണ്, 1 മീറ്റർ ക്യൂബ് ആയിരിക്കും അതിന്റെ വോളിയം. അപ്പോൾ ഒരു യൂണിറ്റ് സൈസ് ഉള്ള ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കോപ്പറിന്റെ 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള ഒരു കണ്ടക്ടർ നിങ്ങൾ എടുത്താൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി. അത് കാരണം ഒരു കണ്ടക്ടർ, ഇപ്പോൾ കോപ്പർ കൊണ്ട് നിങ്ങൾ എത്ര വലിയ കണ്ടക്ടർ ഉണ്ടാക്കിയാലും അതിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പഞ്ചസാര മേടിക്കുന്നു, 1 കിലോ പഞ്ചസാരയുടെ വില 40 രൂപ എങ്കിൽ നിങ്ങൾ 10 കിലോ പഞ്ചസാര മേടിച്ചാലും 1 കിലോയുടെ വില അപ്പോഴും 40 ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു കണ്ടക്ടറിന്റെ യൂണിറ്റ് സൈസിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് റെസിസ്റ്റിവിറ്റി കാണിക്കുന്നത്. അതുകൊണ്ട് കണ്ടക്ടറിന്റെ ലെങ്തോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോ ചേഞ്ച് ചെയ്താൽ അതിന്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യത്തില്ല. ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റിവിറ്റി മാറും, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റിവിറ്റിയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റി
ഓഫ് ദി കണ്ടക്ടർ അല്ല, റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഏത് മെറ്റീരിയൽ കൊണ്ടാണോ നിങ്ങൾ ഈ കണ്ടക്ടറെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെയാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് നിങ്ങൾക്ക് പറയാം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കണ്ടക്ടിവിറ്റിയാണ്. നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചു, അതിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. ദെൻ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നോൺ ആസ് കണ്ടക്ടിവിറ്റി. ദെൻ it is represented by or it is denoted by the letter sigma. ഗ്രീക്ക് ആൽഫബറ്റായ സിഗ്മ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. ഇതിന്റെ SI യൂണിറ്റ് നമുക്ക് നോക്കാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 1/Ω മീറ്റർ വരും. ഇനി ഇതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയാലോ, ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. ഇനി അപ്പോൾ ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ്, ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. ഇനി നമുക്ക് ഈ ഓം റേസ് ടു -1നെ ഓമിനെ തിരിച്ചെഴുതി അതിനെ ഓപ്പോസിറ്റ് എഴുതി കഴിഞ്ഞാൽ അത് മോ എന്ന് വരും. മോ മീറ്റർ റേസ് ടു -1. ഇതും ഇതിന്റെ SI യൂണിറ്റ് തന്നെ, ഇതും റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് തന്നെയാണ്, മോ മീറ്റർ റേസ് ടു -1. ഇനി മോയും സീമനും ഈക്വൽ ആണ്. നമ്മൾ കഴിഞ്ഞ പോർഷനിൽ പഠിച്ചാണ് സീമനും മോയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു യൂണിറ്റോടെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം, സീമൻ മീറ്റർ റേസ് ടു -1. അതായത് മോയും കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. കണ്ടക്റ്റൻസിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് സീമൻ. അപ്പോൾ മോയും സീമനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സീമൻ മീറ്റർ റേസ് ടു -1 എന്നും നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എഴുതാം.